ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, നമ്മുടെ വാക്കും പ്രവൃത്തിയും മറ്റുള്ളവർക്ക് അനുഗ്രഹപ്രദമായിട്ട് മാറുവാൻ നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും ഒരിടത്ത് ശുശ്രൂഷയ്ക്ക് പോയപ്പോൾ അവിടെ വെച്ച് ഒരു ചേട്ടനെ കണ്ടുമുട്ടി. ആ ചേട്ടൻ പറഞ്ഞു ആ ചേട്ടന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ ഈ ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ ആ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു, ഞാനൊരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ്. പല സ്ഥലങ്ങളിലും ഇങ്ങനെ യാത്ര പോകുമ്പോൾ ഡ്രൈവറിൻ്റെ സഹായമില്ലാതെ എനിക്ക് ഒരിടത്തോട്ടും പോകുവാൻ സാധിക്കത്തില്ല. കാരണം എനിക്ക് ഡ്രൈവിംഗ് പഠിക്കുവാൻ നോക്കിയിട്ട് ഇന്ന് വരെ അത് സാധിക്കുന്നില്ല. ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരിക്കുമ്പോഴേ എൻ്റെ ഉള്ളിലേക്കൊരു ഭയം വരും. പിന്നെ എനിക്ക് കൈയും കാലും വരയ്ക്കാൻ തുടങ്ങും. പിന്നെ ഡ്രൈവിംഗ് പഠിക്കുവാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഈ ഒരു മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് ഒരു ചിന്തയിട്ട് തന്നു. ആരോടെങ്കിലും ശാപവാക്കുകൾ പറയുകയോ അല്ലെങ്കിൽ ഈ ശാപവാക്കുകൾ കേൾക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് ഇങ്ങനെ ഈ വ്യക്തിയോട് ചോദിച്ചപ്പോൾ ഈ വ്യക്തി പറഞ്ഞു, ഞാനങ്ങനെ ആരെയും ശാപിച്ച് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ശാപവാക്കുകൾ കേട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് ഓർമ്മയില്ല. വീണ്ടും ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞാനൊരു സ്വരം കേൾക്കുന്ന ഇതാണ്, കുരുത്തം കേട്ടവനെ, നീ ഒരിക്കലും ഗുണം പിടിക്കില്ല, നിൻ്റെ ജീവിതത്തിൽ നീ വണ്ടി ഓടിക്കില്ല എന്നൊരു വാക്കാണ് ഞാൻ കേൾക്കുന്നത്. ഈ വ്യക്തിയോട് ഇങ്ങനെ ഇത് ചോദിച്ചപ്പോൾ അപ്പോഴാണ് ഈ വ്യക്തിക്ക് ഓർമ്മ വന്നത്, ചെറുപ്പത്തിൽ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്കൂളിൽ പോയി വീട്ടിൽ തിരിച്ചു വന്നു. കാപ്പുകുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ വ്യക്തിയുടെ ഫാദറിന് ഒരു കാറുണ്ട്. അന്ന് വൈകുന്നേരം ആ കാറിൽ കയറിയിരുന്ന് ഈ കാറ് സ്റ്റാർട്ടാക്കിയപ്പോൾ ഈ വ്യക്തിയുടെ അപ്പൻ്റെ അപ്പൻ വല്യപ്പൻ ഇത് കണ്ടു. ഈ വല്യപ്പൻ ഇത് കണ്ടപ്പോൾ ദേഷ്യത്തോടെ വന്ന് പറഞ്ഞു, കുരുത്തം കെട്ടവനെ, നീ ഗുണം പിടിക്കില്ല, നിന്റെ ജീവിതത്തിൽ നീ ഒരു കാറും ഓടിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഈ വ്യക്തിക്ക് വല്ലാത്ത സങ്കടമുണ്ടായി. കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കയറിപ്പോയി റൂമിൻ്റെ അകത്തിരുന്ന് ഒത്തിരി നേരം ഇരുന്ന് കരഞ്ഞു എന്നിങ്ങനെ പറഞ്ഞു. അതിനുശേഷം എനിക്ക് ഈ വാഹനം ഇതിനോടൊന്നും താല്പര്യമില്ലാതായി. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുമ്പോൾ ഒരിക്കലും നിങ്ങളത് ചിന്തിക്കില്ല, ഈ വല്യപ്പൻ പറഞ്ഞ വാക്കുകൾ കൊണ്ടാണ് ഈ വ്യക്തിക്ക് വാഹനം ഓടിക്കാൻ സാധിക്കാതെ വന്നതെന്ന്. സുഭാഷിതങ്ങളുടെ പുസ്തകം 26-ാം അധ്യായം 2-ാം വാക്യം, പാറിപ്പറക്കുന്ന കുരുവിയും തെന്നിപ്പറക്കുന്ന മീവൽ പക്ഷിയും എങ്ങും തങ്ങാത്തതുപോലെ അകാരണമായ ശാപം യേശുന്നില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, എന്തുകൊണ്ടാണ് ഈ വ്യക്തിക്ക് വാഹനം ഓടിക്കാൻ സാധിക്കാതെ വന്നത് എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള നെഗറ്റീവ് വാക്കുകൾ, ശാപവാക്കുകൾ കടന്നു വരുമ്പോൾ നമ്മളിത് സ്വീകരിച്ച് നമ്മുടെ ഇത് ഹൃദയത്തിൽ കൊണ്ടു നടക്കുമ്പോൾ നമ്മൾ വളരുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തിലും ഈ ഭയവും വളർന്നു വലുതായിട്ട് വരും. നമ്മുടെ ബോധമനസ്സ്, അബോധ മനസ്സ്, ഉപബോധ മനസ്സ്, ഈ ഉപബോധ മനസ്സിൽ ഇതിങ്ങനെ പതിഞ്ഞു കിടക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു ഗ്ലാസ് വെള്ളം, ഒരു ചെളിവെള്ളം എടുത്ത് നമ്മളിങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നോക്കുമ്പോൾ ഈ ചെളിവെള്ളത്തിൽ ഈ ചെളി ഊർന്ന് താഴേക്ക് അടിഞ്ഞു കൂടുകയും മുകൾവശം നല്ല വെള്ളമായിട്ട് ഇങ്ങനെ കിടക്കുകയും ചെയ്യും. എന്നാൽ അതിലേക്ക് ചെറിയൊരു കല്ലെടുത്തിട്ട് കഴിഞ്ഞാൽ വീണ്ടും പഴയപടി ചെളിവെള്ളമായിട്ട് മാറും. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഈ ഭയമൊക്കെ കൊണ്ടു നടക്കുമ്പോൾ നമ്മൾ ഈ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിൽ കിടക്കുന്ന ഇതും കൊണ്ട് വീണ്ടും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്ന് നമുക്കിത് ഇപ്പോൾ ആ ചേട്ടൻ പറഞ്ഞതുപോലെ ഡ്രൈവിംഗ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എൻ്റെ കൈയും കാലും മറയ്ക്കാൻ തുടങ്ങുമെന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെയൊക്കെ സംഭവിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഇതുപോലെയൊക്കെ ശാപവാക്കുകളോ നെഗറ്റീവ് വാക്കുകളോ ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് തിരുരക്തം കൊണ്ട് കഴുകി പ്രാർത്ഥിക്കണം. അപ്പോൾ ആ മേഖലയിൽ നിന്ന് നമുക്ക് വിടുതൽ ലഭിക്കും. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ഞാൻ അറിയുന്ന ഒരു സഹോദരി വിശുദ്ധിയോടുകൂടി എല്ലാ ദിവസവും ജപമാല ചൊല്ലി ഈശോ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു ചേച്ചിയാണ്. എന്നാൽ ഈ ചേച്ചിയുടെ കുടുംബജീവിതത്തെ തകർക്കുവാൻ വേണ്ടി അമ്മായിമ്മയും അമ്മായിപ്പനും നാത്തൂനും അളിയനും എല്ലാം ഇങ്ങനെ പഠിച്ച പണി 18 ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഓരോ കാര്യങ്ങൾ ഈ ഭർത്താവിൽ നിന്ന് ഈ സഹോദരി അകറ്റുവാൻ വേണ്ടി നോക്കുമ്പോൾ കൂടുതൽ സ്നേഹത്തിലേക്ക് ഇവർ കടന്നു വരുന്നതല്ലാതെ ഇവരെ അകറ്റുവാൻ വേണ്ടി ഇവർക്ക് സാധിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചില അമ്മായിമ്മമാർക്കും അമ്മായിപ്പന്മാർക്കും ഉള്ള ഒരു കുഴപ്പമാണ്, മരുമകനും ഒക്കെ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവരോടുള്ള ദേഷ്യം തീർക്കുന്നത് ഇവർക്കുണ്ടാകുന്ന മക്കളോടാണ്. ഞാൻ എല്ലാ അമ്മായിമ്മമാരെ പറ്റിയും അമ്മായിപ്പന്മാരെ പറ്റിയല്ല പറയുന്നത്, ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അതുപോലെ ഈ സഹോദരിയും മക്കളുമൊക്കെ വാടകയ്ക്ക് മാറി താമസിക്കുന്നതാണ്. അതുപോലെ വീട്ടിൽ ഉപദ്രവമായപ്പോൾ ഇവർ വാടകയ്ക്ക് മാറി താമസിച്ചു.
അങ്ങനെ ഒരു ദിവസം ഈ അമ്മായിമ്മ വീണ്ടും ഇവരുടെ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് ഈ ചേച്ചിയുടെ മകനോട് ഈ അമ്മ ഇങ്ങനെ പറയുമെന്ന് പറഞ്ഞു, നീ പരീക്ഷയിൽ ഒരിക്കലും ജയിക്കത്തില്ല, നീ പോകുന്ന വഴിക്ക് വണ്ടി ഇടിച്ച് മരിക്കും, ഇടിവെട്ടിച്ചാകും. ഇതൊക്കെ പറയുമ്പോൾ ഈ പുള്ളിക്കാരി ജപമാല കയ്യിൽ പിടിച്ചുകൊണ്ടാണ് പറയുന്നത്. ഈ ജപമാല പിടിച്ചുകൊണ്ടാണ് ഞാൻ നിന്നോട് ഇത് പറയുന്നത്, നിന്റെ ജീവിതത്തിൽ സംഭവിക്കും എന്നൊക്കെ പറയുമ്പോൾ ഈ സ്കൂളിൽ പഠിക്കുന്ന ഈ കൊച്ചിന് വല്ലാത്ത വിഷമമാവും. ഇവന് ഒത്തിരി നേരം ഇങ്ങനെ ഇരുന്ന് കരയും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഞാൻ ഈ കൊച്ചുപോളിനോട് സംസാരിച്ചപ്പോൾ ഇവന് വല്ലാത്ത സങ്കടം. കാരണം വല്യമ്മ എന്നോട് ഇങ്ങനെ പറയുമ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല, വല്യമ്മയോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. കാരണം അമ്മ ഈ ജപമാലയൊക്കെ പിടിച്ച് ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമാണ് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, നീ ഇതിനെപ്പുറത്ത് ഓർത്ത് വിഷമിക്കുമെന്നും വേണ്ട. കാരണം നിന്നോട് ഈ വല്യമ്മ ഇത് പറയുമ്പോൾ നിന്നോട് പറയുന്നുണ്ട്, നീ കേൾക്കുന്നുണ്ട്, പക്ഷേ ഇത് ശരിക്കും കേൾക്കുന്നത് സ്വർഗത്തിലിരിക്കുന്ന പിതാവായ ദൈവമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവന് വിശ്വാസം വരാതെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നീ ബൈബിൾ എടുത്ത ബൈബിളിൽ ഒരു വചനം കിടപ്പുണ്ട്, ഇത് വായിക്കാൻ പറഞ്ഞു. വചനം ഇതാണ്, മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 10 അതിൻ്റെ 11 വാക്യങ്ങൾ. ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക, സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പറ്റി അല്ല നമ്മളോട് ഒരാൾ ശാപവാക്കുകൾ പറയുമ്പോൾ, അല്ല നമ്മളെപ്പറ്റി ഒരാൾ കുറ്റം പറയുമ്പോൾ, ഏഷണി പറയുമ്പോൾ, ഇത് സ്വർഗത്തിലിരിക്കുന്ന പിതാവായ ദൈവമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ എഴുതി അവിടെ ഡയറിയിൽ ഇങ്ങോട്ട് എഴുതി വെക്കും. എന്നിട്ട് സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉറപ്പുള്ള ഒരു കാര്യം മരണമാണ്. ഈ മരിച്ച് നമ്മൾ സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ കർത്താവ് നമ്മളോട് ഇത് ചോദിക്കും. സുവിശേഷത്തിൽ ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 36-ാം വാക്യം, ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, മോളിൽ ചെല്ലുമ്പോൾ കർത്താവ് ചോദിക്കും, നീ എന്തിനാ അവളെ ശാപിച്ചത്, അല്ലെ നീ എന്തിനാ അവനെപ്പറ്റി ഏഷണി പറഞ്ഞത്, കുറ്റപ്പെടുത്തിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളവിടെ തലകുനിച്ച് പിടിച്ച് നിൽക്കേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ആരെങ്കിലും ശാപവാക്കുകളോ അല്ല നെഗറ്റീവ് വാക്കുകളോ കേട്ട് വിഷമിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അതിനെ ഓർത്ത് വിഷമിച്ചിരിക്കേണ്ട. യേശുവിൻ്റെ രക്തം വിളിച്ച് പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ രക്തം വിളിച്ച് ഇത് കഴുകി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആത്മാവിൽ നിന്ന്, മനസ്സിൽ നിന്ന്, ശരീരത്തിൽ നിന്ന് ഈ നെഗറ്റീവ് വാക്കുകൾ, ഈ ഭയത്തിൻ്റെ മേഖലകൾ പൂർണ്ണമായിട്ടും വിടുതൽ ലഭിച്ച് ദൈവാനുഗ്രഹം നമ്മളിലേക്ക് കടന്നു വരും. പ്രിയപ്പെട്ടവരെ, ഇത് ഞാൻ പറയുമ്പോൾ എൻ്റെ വീട്ടുകാരെ ഒരിക്കലും കുറ്റം പറയുന്നതൊന്നും ചിന്തിക്കരുത്. കാരണം എൻ്റെ ഫാദർ ഒരു ശാന്തനായിട്ട് പോകുന്നൊരു മനുഷ്യനാണ്, വലിയ സംസാരിക്കുന്ന ആളൊന്നുമല്ല. കുറച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കത്തുള്ളൂ. സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടല്ല, ഒത്തിരി കാര്യങ്ങൾ ഇടപെടുകയൊന്നുമില്ല, ശാന്തനായിട്ട് പോകുന്ന വ്യക്തിയാണ്. അപ്പോൾ നമ്മുടെ ഫാദറിൻ്റെ വീട്ടുകാരിങ്ങനെ പറയും, അപ്പൻ്റെ പാരമ്പര്യം കാത്ത് സൂക്ഷിക്കാൻ വേണ്ടി ഒരു മകനും കൂടെ ഉണ്ടായിട്ടുണ്ട്, മിണ്ടാമൂളിയായിട്ട് ഒരു മകനും കൂടെ ഉണ്ടായിട്ടുണ്ടെന്ന് ഇവരിങ്ങനെ ഇടയ്ക്കിടെ പറയുമ്പോൾ എനിക്ക് ചെറുപ്പത്തിൽ ഇത് കേൾക്കുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നും. അപ്പോൾ ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ആളൊന്നുമല്ല, എന്നാലും എനിക്ക് അന്നും മാതാവിനോട് ഭയങ്കര സ്നേഹമാണ്. അന്നേരം ഞാൻ മാതാവിനോട് ഇങ്ങനെ പറയും, മാതാവ് ഇവരിങ്ങനെയൊക്കെയാണല്ലോ ഇങ്ങനെ പറയുന്നതെന്നൊക്കെ ഞാനങ്ങനെ മാതാവിനോട് പറയും. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ അനേകരുടെ മുമ്പിൽ നിന്ന് കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുവാൻ വേണ്ടി ഈ മിണ്ടാമൂളിയായിട്ട് എന്നെ കർത്താവ് എടുത്ത് ഉയർത്തി. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും എൻ്റെ വീട്ടുകാരെ കുറ്റം പറയുന്നില്ല. കാരണം കുടുംബത്തിലാണ് ഏറ്റവും കൂടുതൽ ഇതുപോലെ ശാപവാക്കുകളും നെഗറ്റീവ് വാക്കുകളും കേൾക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീട്ടിലുണ്ടായ ഒരു അനുഭവം നിങ്ങളോട് പങ്കുവെക്കുന്നത്. ഇതുപോലെ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിതൊരിക്കലും നിങ്ങളുടെ മനസ്സിൽ കൊണ്ടു നടക്കില്ല. നിങ്ങളെ ഏത് മേഖലയിലാണോ, നീ പരീക്ഷയിൽ ജയിക്കത്തില്ല, അല്ലെങ്കിൽ നിനക്കൊരു ജോലി നടക്കത്തില്ല, അല്ലെങ്കിൽ നിനക്കൊരു വിവാഹം നടക്കത്തില്ല, അല്ലെങ്കിൽ നിൻ്റെ ബിസിനസ് മേഖല തകർന്നു പോകും, ഇങ്ങനെയൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ഓർത്ത് സന്തോഷിച്ചോണം. കർത്താവിൻ്റെ വലിയൊരു ദൈവ പ്രവൃത്തി നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകും. ഈശോ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അപരിമേയമായ ശക്തി ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളിലേക്കും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും വിശുദ്ധ മിഖായേൽ ദൂതൻ്റെ സംരക്ഷണവും എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.